ചേരാമൊരു നവജീവിത ബലിയിതു മോദാം. നിറവോടെ അനുരഞ്ജിതരായി തീരാം, ബലിയർപ്പിക്കാം. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതു മോദാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. മിശിഹായ പ്രിയ സഹോദരരെ, ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കി നമ്മെ ഈ വിരുന്നിലേക്ക് ക്ഷണിക്കുന്ന കർത്താവിനെയാണ്, ദൈവത്തെയാണ് കാണുക. ആദ്യത്തെ വായനയിൽ ഇസയാസ് പ്രവാചകൻ പറയുന്നു, ദൈവം തൻ്റെ ജനങ്ങൾക്ക് വിരുന്നൊരുക്കുന്നു. ജെറുസലേം മലയുടെ മുകളിൽ സുഭിക്ഷമായ വിരുന്നൊരുക്കുന്നു. ഈ വിരുന്നിലേക്ക് ദൈവം ജനങ്ങളെ വിളിക്കുന്നു. രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ. സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലുമൊക്കെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. തുടർന്ന് പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. സുവിശേഷത്തിൽ യേശുനാഥൻ തന്നെ തിരസ്കരിക്കുന്ന യഹൂദ മത നേതാക്കന്മാരോടും ജനങ്ങളോടും പറയുന്ന ഉപമ, രാജാവ് തൻ്റെ മകൻ്റെ വിവാഹത്തിന് വിരുന്നൊരുക്കി വിളിക്കപ്പെട്ടവർ എന്നാൽ വിളി സ്വീകരിച്ചില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആ വിരുന്ന് രുചിക്കുവാൻ സാധിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ വിളിക്കുന്നു. നമ്മുടെ വിളി നമ്മൾ സ്വീകരിച്ച് ഏത് ജീവിത അവസ്ഥയിലായിരുന്നാലും ശരി, ഈ വിളി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ ഇന്നത്തെ ഭൂമിയിലുള്ളതുപോലെ വിവാഹ വസ്ത്രമില്ലാതെ വന്ന സഹോദരനെ തിരസ്കരിക്കപ്പെടുന്നത് പോലെ നമ്മളും ദൈവത്തിൻ്റെ യേശുവിൻ്റെ വിവാഹ വിരുന്നിലേക്ക്, നിത്യവിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ആവശ്യമായിട്ടുള്ള പരിശുദ്ധി, വിശുദ്ധത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയില്ലാതെ നമ്മൾ ദൈവത്തിൻ്റെ വിരുന്നിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ ഭക്തിയോടെ സജീവമായി നമുക്ക് പങ്കെടുക്കാം.
സർവശക്തരായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരും സുരക്ഷിതരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങനെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ഇവർ താഴ്മയായി. ദൈവമേ കർത്താവേ, വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ. സർവ്വശക്തനാം ദൈവമേ, ലോകത്തിൽ പാപനിഹന്താവേ, കാരുണ്യം തോന്നണേ ഞങ്ങൾക്ക്. ലോകത്തിൽ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ ദേവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ ദൈവമഹൻ, നിത്യമഹിമാൻ തേജസ്സി, പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായേശുവേ, അങ്ങു മാത്രം പരിപാവനൻ,
കർത്താവേ, അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കുകയും സൽപ്രവർത്തികൾ നിരന്തരം ചെയ്യാൻ ഞങ്ങളെ ദൃഢചിത്തരാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദയമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് വിരുന്നൊരുക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടർച്ചു കളയും. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്നാണ്. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളിച്ചെയ്തിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാം: ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ, നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും. കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. Hallelujah, hallelujah.
എന്നറിയാനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിനെ ക്ഷണിക്കുവേൻ. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും ഉപമകൾ വഴി സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിനെ സദൃശ്യം. വിവാഹ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. എൻ്റെ കാളുകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുക. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും മറ്റൊരുവൻ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രോധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴി കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിനെ ക്ഷണിക്കുന്നു. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചു. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. എന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിൽ പ്രിയ സഹോദരനെ, ഇന്നത്തെ വായനകളെല്ലാം തന്നെ വിരുന്നിനെ പറ്റിയാണ്. പ്രതിവചന സങ്കീർത്തനത്തിലും ദൈവം നല്ല ഇടയനാണ്, ഇടയൻ ആടുകളെ സമൃദ്ധമായ ഉൾത്തകിടിയിലേക്ക് നയിക്കും, അവരെ സംരക്ഷിക്കും എന്നും കൂടെ ഇന്നത്തെ സന്ദേശത്തിൽ വന്നു. ഇശയ്യാ പ്രവാചകൻ ദൈവജനത്തെ ദൈവം ഒരുക്കിയ വിരുന്നിലേക്ക് വിളിക്കുകയാണ്. ജെറൂസലേമിലുള്ള മലമുകളിൽ ദൈവം ജനങ്ങൾക്ക് വിരുന്നൊരുക്കും. സമൃദ്ധമായ തുച്ഛമായ വിരുന്ന് സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും ദൈവം പ്രവാചകന്മാർ വഴി
പഴയ നിയമത്തിൽ പല പ്രാവശ്യവും അവരെ അയക്കുകയും വിളിക്കുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും യഹൂദ ജനങ്ങൾ അവരെ അനുസരിക്കുന്നില്ല, മാത്രമല്ല തിരസ്കരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടെ നമ്മളോട് പറയുന്ന സന്ദേശവും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ആഹ്വാനമാണ്. എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതം കടന്നുപോയാലും ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നും, തുടർന്ന് പൗലോസ് പറയുന്നത് കർത്താവിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധ്യമാണ് എന്നുള്ള പ്രത്യാശയുടെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. സുവിശേഷത്തിൽ വിവാഹ വിരുന്ന് ഒരുക്കി രാജാവ് തൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ പല കാരണങ്ങളാലും വന്നില്ല. അതുകൊണ്ട് അവർ തിരസ്കരിക്കപ്പെട്ടു. മറ്റുള്ളവർ പാപികളും പതിതരും എല്ലാവരും വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടു. എന്നാൽ വിവാഹ വിരുന്നിന് വന്നവരിൽ ഒരാൾ മാത്രം വിവാഹ വസ്ത്രം ധരിക്കാതെയാണ്. രാജാവ് അവനെ പുറത്താക്കുന്നു. നിർദാക്ഷിണ്യം അവനെ പുറത്തു പോകാൻ പരിചാരകരോട് പറയുന്നതായിട്ട് നാം വായിച്ചു കഴിഞ്ഞു. ദൈവം നമുക്ക് നൽകുന്ന വിരുന്ന് സ്വീകരിക്കുവാനുള്ള അർഹത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. യേശു ഈ ഉപമ പറഞ്ഞത് യേശുവിനെ മത നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പാണ്. എങ്ങനെയെങ്കിലും യേശുവിനെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന ചെയ്യുന്ന മത നേതാക്കന്മാരോടാണ് ഈ ഉപമ പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം അവർക്ക് നൽകുകയാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ അയച്ചു ദൈവത്തിൻ്റെ സന്ദേശം അവർ സ്വീകരിച്ചില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. എന്നാൽ അവനെയും നിങ്ങൾ തിരസ്കരിച്ചു. അവരുടെ സന്ദേശം നിങ്ങൾ കേട്ടില്ല. അവനെ ഇല്ലാതാക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു. അതുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ ജീവിതത്തിലേക്ക്, നിത്യവിരുന്നിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നു. അകറ്റി നിർത്തിയ വിജാതീയരെയും പാപികളെയും ഈ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടും. അവർ ദൈവം ഒരുക്കിയ, കർത്താവ് ഒരുക്കിയ നിത്യജീവന്റെ വിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെയും ദൈവത്തിൻ്റെ വിരുന്ന് രുചിക്കുവാൻ, അനുഭവിക്കുവാൻ നമ്മൾ വേണ്ട അർഹത നേടണം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിവാഹ വസ്ത്രം ധരിക്കാതെ വന്ന മനുഷ്യന് പറ്റിയ അപാകത. യഹൂദരുടെ വിവാഹ ആഘോഷങ്ങൾ വളരെ ദീർഘമായിട്ടുള്ളതാണ്. ഈ വിവാഹ വിരുന്നിന് വരുന്നവർക്ക് വിവാഹ വിരുന്ന് സജ്ജമാക്കിയ ആൾ തന്നെ വിവാഹ വസ്ത്രം നൽകാറുണ്ട്. അതുകൊണ്ടാണ് ഇവൻ ഒരാൾ മാത്രം വിവാഹ വസ്ത്രം ധരിക്കാതെ വന്നപ്പോൾ രാജാവ് കുപിതനായി. എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹ വിരുന്ന്? യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വരികയും സുവിശേഷത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുകയും ചെയ്തു.
താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ യേശുനാഥൻ നിത്യമായ ഒരു വിരുന്ന് കൂദാശയിൽ കൂടെ നമുക്ക് നൽകി. അതായത് ദിവ്യകാരുണ്യം എന്ന കൂദാശ, ദിവ്യബലി എന്ന കൂദാശ. ഈ കൂദാശ നമ്മൾ സ്വീകരിക്കുന്നതിന് നമുക്ക് അർഹത നൽകുന്നത്, വിവാഹ വസ്ത്രം നൽകപ്പെടുന്നത് നമ്മളുടെ ജ്ഞാനസ്നാന ദിവസമാണ്. ജ്ഞാനസ്നാനത്തിൻ്റെ തുടർന്നുള്ള കൂദാശ സ്വീകരണങ്ങളൊക്കെ നമ്മെ ദൈവത്തിൻ്റെ നിത്യവിരുന്നിലേക്ക് അർഹത നേടാനുള്ള മാർഗങ്ങളാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ പലപ്പോഴും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നമ്മളിൽ പലരും വിവാഹ വിരുന്നിന് വരാതെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായും വ്യാപാരങ്ങൾക്കായും മറ്റു കാര്യങ്ങൾക്കായും പോകുക നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. എന്നാൽ യേശുനാഥൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദിവ്യബലിയിൽ ഭക്തിയോട് പങ്കെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗരാജ്യം എന്ന വിരുന്നിലേക്ക് പ്രവേശിക്കുവാനുള്ള അർഹത നേടുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാം മഹാലോക യുദ്ധത്തിൻ്റെ അവസാന നാളുകളിൽ വിജയത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത പടയാളികൾക്ക് ഒരു വിരുന്നൊരുക്കി. ആ വിരുന്നിന് ആതിഥേയൻ വിളിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. അദ്ദേഹമാണ് യുദ്ധതന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് യുദ്ധത്തിൽ ജയിക്കുവാൻ പടയാളികളെ, മറ്റു രാജ്യങ്ങളെ പ്രാപ്തനാക്കി. ഈ സദ്യക്ക് വിൻസ്റ്റൺ ചർച്ചിൽ പോകുന്നത് താൻ ലണ്ടൻ ആക്രമിക്കപ്പെടുകളിൽ ബോംബ് വീഴുന്നതിനിടയിൽ വെച്ച് ധരിച്ചിരുന്ന കവറോൾ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. റഷ്യൻ പടയാളികളും ഓഫീസർമാരും വേണ്ട വിധം നല്ല ഡ്രസ് കോഡിൽ സ്വീകരിക്കാത്ത വിൻസ്റ്റൺ ചർച്ചിൻ്റെ ആ പരിപാടി അവർ തെറ്റിദ്ധരിച്ചു. പ്രൈം മിനിസ്റ്റർ ഓർത്തത് യുദ്ധത്തിൻ്റെ സാഹചര്യം അവരെ ഓർപ്പിക്കുവാനും എപ്രകാരമാണ് ഒരുമിച്ച് നിന്ന് നാസി പട്ടാളത്തെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷം അവരുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുവാനാണ് അവർ ചെയ്തത്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിവാഹ വസ്ത്രം ധരിക്കാതെ പോയ ആ സഹോദരന് സംഭവിച്ചത്. പ്രിയ സഹോദരനെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഏത് ജീവിത അന്തസ്സിലും ജീവിക്കുന്നവരായാലും കുടുംബ ജീവിതം നയിക്കുന്നവരാണ്, സന്യാസ ജീവിതം നയിക്കുന്നവരാണ്, പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരായാലും എല്ലാവരും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവം ഒരുക്കിയ വിരുന്ന് അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ വിളി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ ദൈവാരാധന മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിനുള്ള
അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കും. അതിന് നമ്മെ പ്രാപ്തരാക്കുന്നതാണ് നമ്മളെ കൂദാശിക്കുന്നത്. ജ്ഞാനസ്നാനത്തിന് ശേഷം നമ്മൾ പാപത്തിൽ വീഴുകയാണെങ്കിൽ പാപസങ്കീർത്തനവും മറ്റു കൂദാശകളും നമ്മൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമൊരുക്കിയ വിരുന്നിൽ നമ്മുടെ വിളി പൂർത്തിയാക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അർഹത നേടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു, ക്രിസ്തുവിൽ യേശുവിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഈ പ്രത്യാശയോടെ നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിൽ ഭക്തിയോടെ പങ്കെടുക്കാം. എഴുന്നേറ്റ് നിൽക്കുക. വിശ്വാസ പ്രമാണം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചതുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തതും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായിത്തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന് വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരുടെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരുന്നു. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയാക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് വരവേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അല്പനേരം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19
യാതനകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും, രോഗികൾക്ക് വേണ്ടിയും, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും ദൈവം അവരോട് കരുണ കാണിച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും ഈ മഹാമാരിയെ നമ്മിൽ നിന്നും നമ്മുടെ രാജ്യത്തിൽ നിന്നും മാറ്റി മറിച്ച് കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭ്യമാകട്ടെ. നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടരുളണമേ. വേളയായിതാ മാനസങ്ങളിൽ പൂജയായി സ്നേഹനായക ജീവനായക സ്വീകരിക്കുകേ പൂകൾ ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ സ്നേഹനായക ജീവനായക സ്വീകരിക്കുകേ പൂകൾ കണ്ണുകൾക്കുനീ കാതുകൾക്കുനീ കാഴ്ച നൽകിടാം മഞ്ജരി കാഴ്ച നൽകിടാം മഞ്ജരി ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയായി സ്നേഹനായക ജീവനായക സ്വീകരിക്കുകേ പൂകൾ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവെ, ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം വിശ്വാസികളുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ ഈ അനുഷ്ഠാനങ്ങൾ വഴി സ്വർഗീയ മൗത്വത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യും. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രതിഫലങ്ങൾ സ്വീകരിച്ച് അവ ഞങ്ങൾക്ക് നിത്യമായ പെസഹ രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആനന്ദിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാം വരുവോനേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മനുഷ്യനം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്കും കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ കരുണ അങ്ങയുടെ ഞങ്ങളെ ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർത്തും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാര്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം കാരുണ്യമായിടണം. അന്നു വേണ്ടും അന്ത്യാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കണം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സ്വസ്ഥമായിരിക്കും.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിടുമെ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമെ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ കണ്ടെനിക്ക്. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ കണ്ടെനിക്ക്. അന്നു ഞാൻ അനാഥനായി, എന്നാലിന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അനാഥനായി, എന്നാലിന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ
അറിയിപ്പ്. ഇന്നു മുതൽ ഞായറാഴ്ചകളിൽ 3 കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. 6 മണിക്കും 7:30-ക്കും 9 മണിക്കും പരമാവധി 40 പേർക്ക് ഒരേ സമയം പങ്കെടുക്കും. മറ്റ് ദിവസങ്ങളിൽ 6 മണിക്കും 6:45 മണിക്കും 2 കുർബാന ഉണ്ടായിരിക്കും. വ്യാഴാഴ്ചകളിൽ രാവിലെയും വൈകിട്ട് 6:30-ന് കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. ഇന്നും 9 മണിക്ക് ഈ കുർബാനയ്ക്ക് ശേഷം 9 മണിക്ക് കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച ഒക്ടോബർ 18 മിഷൻ ഞായറാഴ്ചയാണ്. സാധാരണ രീതിയിലുള്ള മിഷൻ കളക്ഷൻ നടത്താൻ കഴിയാത്തതിനാൽ കുർബാന മധ്യേ നടത്തുന്ന സ്വസ്ത്രക്കാഴ്ച മിഷൻ പ്രവർത്തനങ്ങൾക്കായി അയച്ചു കൊടുക്കും. അതിനാൽ എല്ലാവരും ഉദാരമായി മിഷനു വേണ്ടി അടുത്ത ഞായറാഴ്ച സംഭാവനകൾ നൽകുക. വരുന്ന ദിവസങ്ങളിലും ഈ നിയോഗത്തിന് വേണ്ടി നമ്മൾ കഴിവിധം സുവിശേഷ പ്രഘോഷണത്തിന് വിചാരണത്തിന് ജോലി ചെയ്തവർക്ക് വേണ്ടി നമ്മൾ ഉദാരമായി സംഭാവന നൽകേണ്ടത് ഉചിതമായി. നമ്മുടെ ദേവാലയത്തിൽ ഗായക സംഘത്തിലെ പോൾസൺ ഈ വരുന്ന 21-ന് ഒരു മേജർ ഓപ്പറേഷന് വിധേയനാകുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഓപ്പറേഷൻ ആയതിനാൽ സാധിക്കുന്നവർ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നത് പോലെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് ദൈവം പിതാവും പുത്രനും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. സ്നേഹഗാനമാലപിക്കുക. യേശു തന്ന സർവദാനവും നന്ദിയോടെ ഓർക്കു നിത്യവും. ലോകത്തെ നമിക്കനാഥനേ, സ്നേഹഗാനമാലപിക്കുക. യേശു തന്ന സർവദാനവും നന്ദിയോടെ ഓർക്കു നിത്യവും. നന്മയും മോക്ഷവും യേശുവായിതാ, എളിമയും കരുണയും യേശുവായിതാ. നന്മയും മോക്ഷവും യേശുവായിതാ, എളിമയും കരുണയും യേശുവായിതാ. സഹനവും നിരായ മാർഗവും യേശു തന്നെ നിത്യസർവനായകൻ. സഹനവും നിരായ മാർഗവും യേശു തന്നെ നിത്യസർവനായകൻ. ലോകമേ നമിക്കനാഥനേ,
യേശു തന്ന സർവ